നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുടംപുളി ഇട്ട മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില 4 തണ്ട്, 5 പച്ചമുളക് നറുവേ കീറിയത്, പിന്നെ ഒരു പിടി ചെറിയുള്ളി ചതച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഒരു 1.5 തക്കാളി പേസ്റ്റ് പറഞ്ഞാൽ ഫൈൻ പേസ്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുടംപുളി വെള്ളമൊഴിച്ച് കുതിർത്താൻ, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരല്പം കാശ്മീരി മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. ചട്ടി ചൂടായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇവിടെ നമ്മൾ അടുപ്പിലാണ് കേട്ടോ മീൻ കറി വെക്കുന്നത്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കിനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഇത്ര ഉലുവ ഇട്ട് കൊടുക്കും. അപ്പോൾ മീൻ കറിക്ക് ഉലുവ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക. ഇനി ഉലുവ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് ഇത്ര കടുക് അവിടേക്കും പൊട്ടട്ടെ കേട്ടോ. നമ്മൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ചതച്ച ചെറിയുള്ളി ഒരു 5 പച്ചമുളക് നല്ലത് ചൂടുകൾ കൊടുത്തിട്ടുണ്ട്. നന്നായി വറുത്തോട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ കല്ലിട്ട് വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ മത്തിയാണ്, ഒരുവിധം മത്തി നമ്മൾ നേരാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഉള്ളി ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നല്ല, ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി നമുക്ക് വൈകുന്ന എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നത് തോന്നുന്നു, കാണുമ്പോൾ അറിയാം. ഫൈൻ പേസ്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇപ്പോൾ തക്കാളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യമുള്ള മുളക് പൊടി ഇടുക. ഞാൻ മുളക് പൊടിയാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ലേശം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്യുക. എന്നിട്ടത് നന്നായിട്ട് മൂപ്പിക്കുക. ഇനി അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം, അതായത് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ആ കുടംപുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതുവരെ വഴറ്റി ഉണ്ടാക്കിയ മസാലയില്ലേ, അത് മൊത്തം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്, ഈ സ്റ്റേജിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കറി നന്നായി മൂടി വയ്ക്കുക. എന്നിട്ട് നന്നായി വെട്ടി തിളയ്ക്കാനുള്ള സമയം കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തുറന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവ്, പിന്നെ പുളിയൊക്കെ ഇറങ്ങി വരുന്നുണ്ടാവുള്ളൂ. പുളി നമുക്കിപ്പോൾ നോക്കാൻ പറ്റില്ല, പക്ഷേ ഉപ്പ് എരിവ് നമുക്ക് ആവശ്യാനുസരണം മീനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ ഉണ്ടോ എന്ന് നോക്കാനുള്ള സമയമാണിത്. മിനിമം നമ്മളൊരു 5 to 10 മിനിറ്റെങ്കിലും ഇങ്ങനെ തിളപ്പിക്കുക. അതിന് ശേഷം പിന്നീടാണ് നമ്മൾ മീൻ ചേർക്കുക. അതിലേക്ക് മീൻ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മിക്സാക്കിയിട്ട് മൂടി വയ്ക്കുക. മീൻ വേവാനുള്ള സമയം കൊടുക്കുക. മീൻ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറക്കാൻ ആവുന്നതിന് കുറച്ച് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്ന് ലാസ്റ്റ് ഒന്നും കൂടി കൺഫേം ചെയ്യുന്ന സ്റ്റേജാണ് കേട്ടോ ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു പിടി കറിവേപ്പില അതിലേക്ക് ഇടുക. നമ്മൾ ലാസ്റ്റ് എന്ത് ചേർക്കുന്നോ അതായിരിക്കും ആ കറിക്ക് നല്ല മണവും രുചിയും നൽകുക. അങ്ങനെ നമ്മുടെ കറി അവിടെ ഫൈനൽ ലുക്ക് ഇതാണ്. ചോറിന് നേരമായപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് പൊന്തി നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട്. ഈ മീൻ കറിയും ഒരു നല്ല കുറച്ച് ചൂട് കപ്പയോ അല്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആഹാ അടിപൊളി, അത്ര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കുറച്ച് നത്തൽ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഉണ്ണാൻ പോകുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ബിറ്റാണിത് കേട്ടോ.